വാട്സ്ആപ്പ് യൂട്യൂബ് ഇറ്റ്സ് മീ ഡാംബോയ് ഗൈസ്. മണവാളൻ എക്സ്പ്ലനേഷൻ പാർട്ട് 3. പാർട്ട് 1ഉം 2ഉം കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ ഇവിടെയൊക്കെ ഐ ബട്ടണിൽ പാർട്ട് 1ഉം 2ൻ്റെയും റിയാക്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്, അത് പോയി കാണുക. ആദ്യ വീഡിയോയിൽ മണവാളൻ ഈ പ്രശ്നങ്ങൾക്കൊക്കെ തുടക്ക കാരണം എന്താണ്, അല്ലെങ്കിൽ ഈ കേസുകളുടെ വഴി എന്താണ്, എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നൊക്കെ ഉള്ള FIR ഡീറ്റെയിൽസും കേസ് ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് CCTV വിഷ്വൽസും കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് ഞാൻ ഇവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. അതിൻ്റെ റിയാക്ഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ വീഡിയോ ആയിട്ട് മണവാളൻ ചെയ്തത് മണവാളൻ ഒളിവിൽ പോയതാണോ ഇല്ലയോ, മണവാളൻ പൊതുവേദികളിൽ വന്നിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോയും കൂടെ മണവാളൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയും നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയും ലിങ്ക് ഞാൻ ഇവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. ഇവിടാണോ എവിടെയെങ്കിലും ഐ ബട്ടണിൽ കൊടുത്തേക്കാം. അപ്പോൾ അതെല്ലാം കയറി കാണുക. ആൻഡ് മണവാളൻ 3rd പാർട്ടും കൊണ്ട് വന്നിട്ടുണ്ട് ഗെയ്സ്. 3ാമത്തെ പാർട്ടിൻ്റെ വിഷയം മണവാളൻ റീൽസ് ചിത്രീകരണം നടത്തിയോ ഇല്ലയോ. നമ്മളെല്ലാവരും വാർത്തയിൽ കണ്ടതാണ്. മണവാളൻ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നപ്പോഴും മണവാളൻ ഫുള്ള് കളി ചിരി ബഹളം, പോയപ്പോഴും ജിപ്പിൽ കയറ്റുമ്പോഴും എല്ലാം നല്ല ചിരിച്ച് കളിച്ചാണ് മണവാളൻ പോകുന്നത്. പിന്നെ ജയിലിൻ്റെ ഫ്രണ്ടിൽ ചെന്നപ്പോൾ, ജയിലിൽ കയറ്റാൻ കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ മുറ്റത്ത് വെച്ചും ചിരിച്ച് കളിച്ച് റീൽസ് ചിത്രീകരിക്കുന്ന മണവാളനെയാണ് നമ്മൾ ന്യൂസ് ചാനലുകൾ വഴി കണ്ടത്. ജയിലിന് മുന്നിൽ റീൽസ് ചിത്രീകരിച്ച് മണവാളൻ, അങ്ങനെയാണ് ന്യൂസൊക്കെ വന്നത്. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷനുമായിട്ടാണ് മണവാളൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. നമുക്ക് ആ വീഡിയോ കാണാം ഗൈസ്. എന്താണ് റീൽസ് ചിത്രീകരണത്തിന്റെ എക്സ്പ്ലനേഷൻ എന്ന് നമുക്ക് നോക്കാം. ജയിലിൽ പോകുമ്പോഴും മണവാളൻ റീൽസ് ചിത്രീകരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എല്ലാ മാധ്യമങ്ങളിലും വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. അതും പറയണത് എന്താ വെച്ചാൽ 1ാം പ്രതി വീഡിയോ എടുത്ത് കൊടുക്കുന്നു. ഞാൻ റീൽസ് എടുക്കണമെന്ന് വെച്ചാൽ റീൽസ് ചിത്രീകരിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലോ അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലോ എവിടെ എന്തെങ്കിലും വരണം. ഞാൻ ബിഗ് ബോസിക്കൊന്നല്ല പോണത്, എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യാൻ കൊടുത്തിട്ട് കയറാൻ. അപ്പം ഞാൻ ഇന്നേ വരെ എൻ്റെ അക്കൗണ്ടിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലായിക്കോട്ടെ യൂട്യൂബ് ചാനലോ ഒരു റീൽസോ ഷോർട്സോ ഒന്നും ജയിലിൽ കയറുന്നതനുസരിച്ചിട്ടോ കയറിയിട്ടോ ഇറങ്ങിയതിന് ശേഷമോ ഒന്നും വന്നിട്ടില്ല. പക്ഷേ ഞാൻ കയറി പിറ്റേ 2 ദിവസത്തിനും എല്ലാ മാധ്യമങ്ങളും റീൽസ് ചിത്രീകരിച്ചിട്ടുണ്ട്. മണവാളൻ ജയിലിന് മുന്നിൽ റീൽസ് എടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു കട്ട് ചെയ്ത ഭാഗം മാത്രം, ഞാൻ ചിരിക്കണ ഭാഗമാണ് അവർ ഇട്ടിട്ടുള്ളത്. അപ്പൊ അതിന് മുന്നേ എന്തുണ്ടാ. ശരിയാണ് ഗൈസ്, ആ ചിത്രീകരിച്ച റീല് മണവാളൻ്റെ അക്കൗണ്ടിൽ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും വന്നിട്ടുണ്ട്. ന്യൂസ് വന്നത് മണവാളൻ റീൽസ് ചിത്രീകരിച്ചു എന്നാണ്. പക്ഷേ സകല ന്യൂസ് ചാനലുകളുടെയും ഇൻസ്റ്റഗ്രാം പേജിലായിക്കോട്ടെ, യൂട്യൂബ് ഷോർട്സിലായിക്കോട്ടെ, യൂട്യൂബ് മെയിൻ വീഡിയോസിലായിക്കോട്ടെ, എല്ലായിടത്തും മണവാളൻ റീൽസ് ചിത്രീകരിക്കുന്നതിൻ്റെ റീൽസും ഷോർട്സും വീഡിയോസും ഒക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ശരിക്കും മണവാളൻ റീൽസ് ഇട്ടിട്ടില്ല. അതിന് പകരം ഫുള്ള് കംപ്ലീറ്റ് ന്യൂസ് ചാനലുകാരാണ് ഇപ്പം ഫുള്ള് റീൽസ് എല്ലാം ഇട്ടിരിക്കുന്നത്, മണവാളൻ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഞാൻ അപ്പം അങ്ങനെ ചിരിക്കണമെങ്കിൽ ഇനിയിപ്പോൾ 1ാം പ്രതിയാണ് വീഡിയോ എടുക്കുന്നതെന്ന് പേപ്പറിൽ വരെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1ാം പ്രതിയാണോ സത്യത്തിൽ വീഡിയോ എടുത്തത്? ആ വീഡിയോ എടുത്തിരുന്നത് എൻ്റെ ഉപ്പയാണ്. ഞാൻ വെച്ചാൽ ആ ക്ലിപ്പ് കാണിച്ചു തരാം. ഇതില് ഈ കാണുന്നത് ആ വീഡിയോ എടുക്കണ ആളുണ്ടല്ലോ, അത് എൻ്റെ ഉപ്പയാണ്. ഇപ്പൊ ഞങ്ങളുടെ ഫാമിലി നല്ല ബോണ്ടാണ്. അത് 1ാം പ്രതി റീൽസ് ചിത്രീകരിച്ചു എന്ന വാർത്ത ഞാൻ കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ ഞാൻ പത്രം നോക്കാറില്ല ഗൈസ്. ഞാൻ ഫുള്ള് യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം അങ്ങനെ ആ വഴിയൊക്കെയാണ് ഞാൻ ന്യൂസുകളൊക്കെ അറിയുന്നത്. സോ പത്രം നോക്കാറില്ല. ഈ 1ാം പ്രതി ഞാൻ പിന്നെ യൂട്യൂബിൽ അല്ലാതെ നോക്കി ഇങ്ങനെ ടൈറ്റിലോടുകൂടി എന്തെങ്കിലും വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടോയെന്ന് പ്രഥമ ദൃഷ്ടിയാൽ എൻ്റെ ഫ്രണ്ടിലൊന്നും വന്നിട്ടില്ല. അത് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഡേറ്റിൽ ആരും കൊടുത്തേക്കുന്നത്. എന്തായാലും റീൽസ് ചിത്രീകരിച്ചിരിക്കുന്നത് മണവാളൻ്റെ ഉപ്പയാണ്, 1ാം പ്രതി അല്ല. ഉപ്പ 1ാം പ്രതി അല്ല. 1ാം പ്രതി ആണെങ്കിൽ അങ്ങനെ പുറത്ത് നിന്ന് റീൽസ് ചിത്രീകരിക്കാൻ പറ്റുമോ? അത് ശരിയാണല്ലോ. ഈ 1ാം പ്രതി എന്ന് വാർത്ത കൊടുത്തു. 1ാം പ്രതി റീൽസ് ചിത്രീകരിക്കുന്നു എന്ന് വാർത്ത കൊടുത്തു എന്നൊക്കെ. അങ്ങനെ ഈ 1ാം പ്രതി അല്ലേ ആദ്യം അകത്ത് കൊണ്ടത്? 1ാം പ്രതിയെ റീൽസ് ചിത്രീകരിക്കാൻ പുറത്തു വിട്ടിട്ട് വേറെ മറ്റു പ്രതികളെ അകത്ത് കൊണ്ടുപോകുന്ന പരിപാടി വല്ലതും ഉണ്ടോ? ഈ വാർത്ത കൊടുത്തവർക്ക് ആ ഒരു ബോധമില്ല. അങ്ങനെയല്ലേ? ഇനി 1ാം പ്രതി അകത്ത് പോകാതിരിക്കാനുള്ള എന്തെങ്കിലും ലൂപ്പ് ഹോൾസ് വല്ലതും ഉണ്ടോ? ഇനി അങ്ങനത്തെ ലൂപ്പ് ഹോൾസ് വല്ലതും വെച്ചിട്ടാവും അവരെങ്ങനെ വാർത്ത കൊടുത്തത്. എനിക്കറിയില്ല. എന്തായാലും കൊടുത്തവരോട് ചോദിക്കേണ്ടി വരും. ബാക്കിയാണോ നല്ല അത്ര അറ്റാച്ചാണ്, ക്ലോസ് ആണ്. അപ്പൊ ഫാമിലി നടന്നു വെച്ചപ്പോൾ ഉമ്മാക്കൊക്കെ നല്ല വിഷമം ഉണ്ടായി. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ജയിലിൽ പോകേണ്ട ഒരു സിറ്റുവേഷൻ തന്നെ വരുന്നത്. ഇങ്ങനത്തെ ഒരു കള്ളക്കേസിന് വേണ്ടിയിട്ടാണ് സംഭവം പോയത് വരെ. അപ്പൊ ഇങ്ങനെ ആദ്യമായിട്ട് ഇങ്ങനെ പോകുമ്പോൾ വിഷമം ഉണ്ടാകും. അപ്പോൾ വീട്ടിൽ ഉമ്മാന് അനിയത്തിക്കൊക്കെ അയച്ചു കൊടുക്കാനും കാണിച്ചു കൊടുക്കാനും വേണ്ടിയിട്ടാണ് ഉപ്പ എന്ത് ചെയ്ത് എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെ ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചിരിച്ചിട്ട് സംഭവം നമ്മൾ അത് ഇവര് മറ്റേ മണവാളന്റെ അച്ഛനും അമ്മയും പ്രസ് മീറ്റ് വിളിച്ചപ്പോൾ അതിലവർ പറയുന്നുണ്ടായിരുന്നു, അത് പുറത്തെങ്ങും പോയില്ല, ഇവരുടെ ഫാമിലി ഗ്രൂപ്പിൽ ഇടാൻ വേണ്ടി മാത്രം. ഇങ്ങനെ ആദ്യമായിട്ടായിരുന്നു ഇവൻ ജയിലിൽ പോകുന്നത്. അപ്പോൾ അവർക്ക് അവൻ്റെ അമ്മയും അനിയത്തിയൊക്കെ കാണിക്കാൻ വേണ്ടി അവര് ഫാമിലി മെമ്പേഴ്സ് ഇവർ മാത്രമുള്ള ഗ്രൂപ്പിലിടാൻ വേണ്ടി ചിത്രീകരിച്ചതാണെന്ന് അവർ ആ പ്രസ് മീറ്റിൽ പറഞ്ഞിരുന്നു. പക്ഷേ അവർ പറഞ്ഞത് ആദ്യമായിട്ട് ജയിലിൽ പോകുന്നതുകൊണ്ട്
അങ്ങനെ എടുത്തതാണെന്ന് മണവാളം പറയുന്നത് ശരിയാണ്. ഒരു മകൻ ജയിലിൽ പോകുന്നുണ്ടെങ്കിൽ എന്തായാലും അമ്മയ്ക്കൊക്കെ വിഷമം കാണും. സോ അത് അവരെ ഒന്ന് ചിയറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവനെ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല അങ്ങനെ രീതിയിൽ ചിത്രീകരിച്ച് അവരെ കാണിക്കാൻ വേണ്ടി അതിനു വേണ്ടി എടുത്തതാണ്. പക്ഷേ പുറത്ത് വന്നപ്പോൾ അവർ വന്നത് പ്രസ് മീറ്റിൽ പറഞ്ഞപ്പോഴും ആളുകൾക്ക് അങ്ങോട്ട് പിടിച്ചില്ല. ആദ്യമായിട്ട് ജയിലിൽ പോകുന്നതല്ലേ, അത് പുതിയൊരു അനുഭവമാണ്, അതുകൊണ്ട് റീൽസ് ചിത്രീകരിച്ച് അങ്ങനെ പറഞ്ഞപ്പോൾ ആളുകൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ആദ്യമായിട്ട് ജയിലിൽ പോകുമ്പോൾ ഇങ്ങനെ റീൽസ് എടുത്ത് ആഘോഷിക്കുകയാണോ വേണ്ടത്, വീഡിയോ എടുത്ത് ആഘോഷിക്കുകയാണോ വേണ്ടതെന്നൊക്കെ അങ്ങനെ പല ചോദ്യങ്ങളൊക്കെ വന്നിരുന്നു. പക്ഷെ അവർ പറഞ്ഞ രീതി ഇതായിപ്പോയി. അവർക്ക് അമ്മയ്ക്കും അനിയത്തിക്കും വിഷമം ആയിരുന്നു. അതൊന്ന് അവർക്ക് കാണിച്ച അവന് കുഴപ്പമൊന്നുമില്ല എന്ന് കാണിക്കാൻ വേണ്ടി എടുത്തതാണ് എന്ന് പ്രസ് മീറ്റിൽ അവർക്ക് അങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ അവർ പറഞ്ഞത് വേറെ രീതിയിലാണ്. അങ്ങനെയാണ് ഞാൻ ഓർക്കുന്നത്. എൻ്റെ ഓർമ്മയിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയുക. അവരങ്ങനെയല്ല പറഞ്ഞെങ്കിൽ അങ്ങനെയല്ല എന്ന് കമൻറ്റ് ചെയ്തു. അപ്പോൾ അവർ പറയുന്നുണ്ട് അവരുടെ ഫാമിലി ഗ്രൂപ്പിൽ മാത്രം ഇടാനാണ്, ഇത് പുറത്തെങ്ങും പോയിട്ടില്ല. ശരിയാണ്, ഈ അയാൾ എടുത്ത ക്ലിപ്പ് മറ്റെങ്ങും നമ്മൾ വന്ന് കണ്ടിട്ടില്ല, ലീക്കായിട്ട് എങ്ങും നമ്മൾ കണ്ടിട്ടില്ല, മറ്റാരുടെ കയ്യിൽ എത്തിപ്പെട്ടും നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ കണ്ടത് ഈ റീൽസ് മണവാളൻ്റെ ഉപ്പ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ തേർഡ് പേഴ്സൺ പെർസ്പെക്റ്റീവ്, അതായത് ന്യൂസുകാർ ചിത്രീകരിച്ചത് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. മണവാളൻ്റെ അച്ഛനെടുത്ത വിഷ്വൽസ് നമ്മൾ കണ്ടിട്ടില്ല. മണവാളൻ അതിപ്പോൾ കാണിച്ചു തരും ഗൈസ്. സിമ്പിളായിട്ട് ഇത്രയും ഞാൻ നേരത്തെ ചിരിച്ച പോലെ ചിരിച്ചിട്ടല്ല. ഞാൻ ഈ ക്ലിപ്പ് നിങ്ങൾ കണ്ടു നോക്ക്. ഞാൻ പറയണില്ല, ആ ക്ലിപ്പ് ഞാൻ ഇപ്പോൾ പ്ലേ ചെയ്യാം. നേരത്തെ പറഞ്ഞത് റെക്കോർഡിങ് ആയില്ല തോന്നിട്ടുണ്ട്. ഇപ്പൊ കേട്ടാ നേരത്തെ പറഞ്ഞത് റെക്കോർഡായില്ല എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് എന്ത് ചെയ്ത് ഒരു ചിരി വന്നു മനസ്സിൽ. പെട്ടെന്ന് എന്ത് എടുത്ത് റെക്കോർഡായില്ലേ. ഇതുപോലെ അട്ടേഷ് ഞാൻ ചിരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഉപ്പ പറയണ നേരത്തെ എടുത്തത് റെക്കോർഡായില്ല എന്ന് പറഞ്ഞപ്പോ ചിരി വന്നു. സ്വാഭാവികമായിട്ട് എനിക്ക് ചിരി വന്നു. ഒരു മനുഷ്യനല്ലേ എനിക്ക് ചിരി വരില്ലേ. ഈ ചിരിക്കണ ഭാഗം മാത്രം എടുത്തിട്ട് അതിന് മുന്നത്തൊന്നുമില്ല. അതിൻ്റെ അടുത്ത് ചിരിക്കണ ഭാഗം ഇങ്ങനത്തൊക്കെ മാത്രം എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്തിട്ട് മണവാളൻ റീൽസ് എന്തെങ്കിലും മുന്നിൽ അട്ടഹസി ചിരിക്കുന്നു. അങ്ങനെ ഇങ്ങനെ ഒരാളെ വലിച്ചു കീറുമ്പോ എന്തൊരു സന്തോഷല്ലേ. ഒരാളെ എങ്ങനെ ഇങ്ങനെ വലിച്ചു കീറി നെഗറ്റീവായിട്ട് ചിന്ത, അവർക്ക് എങ്ങനെ റേറ്റിംഗ് കൂട്ടാം, എങ്ങനെ ഇതാക്കിയാലാണ് റേറ്റിംഗ് കൂട്ടുന്നുള്ള അവർക്ക് നല്ല അവരുടെ എഡിറ്റേഴ്സിനും നല്ല ബോധം ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ആ ഭാഗം ഓക്കെ നമ്മളിപ്പോഴാണ് ഇവരുടെ ഫോണിൽ നിന്ന് എടുത്ത ആ വിഷ്വൽസ് കാണുന്നത്. ശരിയാണ്, ചിലപ്പോൾ ഫസ്റ്റ് വിഷ്വൽസ് എടുത്തപ്പോൾ മണവാളം ചിരിച്ചു കാണില്ല. അമ്മയോടും അനിയത്തിയോടൊക്കെ പറയാനുള്ള കാര്യങ്ങൾ നോർമലായിട്ട് തന്നെയാവും വീഡിയോ ചിത്രീകരിച്ചത്. അപ്പോൾ അത് വീഡിയോ ഷൂട്ട് ചെയ്തു, അവസാനം അത് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ എന്തായാലും ചിരി വരില്ലേ, സ്വാഭാവികം. ഞങ്ങൾ ഇവിടെ ഓരോന്നൊക്കെ ഷൂട്ട് ചെയ്തിട്ട് എന്തെങ്കിലും കുറേ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ട് അവസാനം അത് റെക്കോർഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തില്ല, അല്ലെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ ഞെക്കുമ്പോഴായിരിക്കും അത് റെക്കോർഡിങ് തുടങ്ങുന്നത്. അങ്ങനെയൊക്കെ ഉള്ള നമ്മൾ ചിരിക്കാറില്ലേ. മണവാളിന് അതുപോലെ ചിരിച്ചു. അതാണ് അവിടെ സംഭവിച്ചത്. നമ്മളിപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഫോണിൽ കൂടെ എടുത്ത ആ വിഷ്വൽസ് കാണുന്നത്. ശരിക്കും ഇതാണ് അവിടെ സംഭവിച്ചത്. പക്ഷേ ന്യൂസിൽ വന്നതല്ല എന്താണ്, മണവാളൻ റീൽസ് ചിത്രീകരണം അട്ടഹസിച്ച് റീൽസ് ചിത്രീകരിക്കുന്നു എന്നൊക്കെയാണ്. ശരിയാണ്, ഒരു മനുഷ്യനല്ലേ ജയിലിൽ പോവാണെന്നും പറഞ്ഞ് ഇങ്ങനെ ഇപ്പോൾ പെട്ടെന്നൊരു ഫണ്ണി ആയിട്ടൊരു സാധനം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവർക്കറിയാം ഇവർ കള്ളക്കേസിലാണ് പോകുന്നത്, അത് ഇറങ്ങാൻ പറ്റുമെന്ന് ബോധ്യം ഉള്ളത് കൊണ്ട് തന്നെ വലിയ വിഷമമൊന്നും കാണൂല അവനെ. അപ്പം ഇങ്ങനൊരു പെട്ടെന്നൊരു ഫണ്ണി കാര്യം വരുന്നുണ്ടെങ്കിൽ ജയിലിൽ പോവാണെന്ന് പറഞ്ഞാൽ ചിരിക്കാതിരിക്കണം. മനുഷ്യവികാരങ്ങളെല്ലാം എടുത്ത് പുറത്ത് വെച്ചിട്ട് വേണം ജയിലിലോട്ട് പോകാൻ. സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു ഫണ്ണി ഇൻസിഡൻറ്റ് അവിടെ ഉണ്ടായപ്പോൾ ഫുൾക്കാരൻ ചിരിച്ചു. അത് ന്യൂസുകാരെല്ലാം വളച്ചൊടിച്ച് റീൽസ് ചിത്രീകരണം എന്നൊക്കെ പറഞ്ഞാണ് നമ്മളിലേക്ക് എത്തിച്ചത്. നമ്മളെല്ലാവരും അത് തന്നെയാണ് വിചാരിച്ചത്. ജയിലിൽ പോകുമ്പോൾ ഇവനെന്താ അഹങ്കാരം, റീൽസൊക്കെ ഷൂട്ട് ചെയ്തിട്ടാണോ റീൽസൊക്കെ ഷൂട്ട് ചെയ്തിട്ടാണോ പോകുന്നതെന്നൊക്കെ ഞാൻ നിങ്ങളെപ്പോലെ തന്നെ ഞാനും വിചാരിച്ചിരുന്നു. പക്ഷേ ഇതാണ് അവിടെ സംഭവിച്ചത്. ഈ മാപ്പറകളെ കൊണ്ട് വലിയ ശല്യമാണല്ലോ. ഈ കാര്യം ഞാൻ മണവാളൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോയുടെ ആദ്യത്തെ റിയാക്ഷൻ തൊട്ട് പറയുന്നതാണ്. ഈ മാപ്പറകൾ അവരുടെ ലാഭത്തിന് വേണ്ടി ആരെന്ത് പറഞ്ഞാലും അതിനെ വളച്ചൊടിച്ച് മറ്റു വ്യാഖ്യാനങ്ങൾ കൊടുത്ത് ആളുകളിൽ എത്രത്തോളം ആളുകളെ മോശമായിട്ട് ചിത്രീകരിക്കാമോ. കാരണം നെഗറ്റീവ് ന്യൂസിനാണല്ലോ ഡിമാൻഡ്. പോസിറ്റീവ് ന്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ മണവാളൻ നിരപരാധിയാണെന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എത്ര പേര് കാണാനാണ്. ഇങ്ങനെ നെഗറ്റീവ് രീതിയിൽ വാർത്തകൾ പ്രചരിപ്പിച്ചെങ്കിൽ മാത്രമേ കൂടുതൽ ആളുകൾ കാണത്തുള്ളൂ. അതൊരു സത്യമാണ്. സോ അതുകൊണ്ട് അവരുടെ ലാഭത്തിന് വേണ്ടി ഈ വിഷ്വൽസിനെ ഉപയോഗിച്ചു. അവർക്ക് വേണ്ട ഭാഗങ്ങൾ മാത്രം എടുത്ത് അവർക്ക് വേണ്ട രീതിയിൽ വ്യാഖ്യാനിച്ച് ആളുകളുടെ ഫ്രണ്ടിലേക്ക് പടച്ചു വിട്ടു. അതാണ് ഇവിടെ സംഭവിച്ചത്. മാത്രം എടുത്ത് കട്ട് ചെയ്തിട്ട് ഇട്ടിട്ട് ഇങ്ങനെ ഇതാക്കിയത്. ഞാൻ റീൽസ് ചെയ്തിട്ട് ഞാൻ എവിടെയെങ്കിലും ഇടണ്ടേ?
ഞാൻ ഇന്നേ വരെ ആ റീൽസ് ഇട്ടിട്ടില്ല. ഇപ്പൊ ഇങ്ങനെ ഒരു വാർത്ത വന്നതിൽ അതിന്റെ ഒരു എന്താണ് സത്യാവസ്ഥ എന്ന് പറഞ്ഞിട്ട് എനിക്ക് പുറത്ത് വേണ്ടി വരും. ഈ സത്യാവസ്ഥ പറഞ്ഞില്ല എനിക്കൊരു വിഷമാണ്. എന്ത് ചെയ്ത് എല്ലാവരും ഇത് എന്ത് ഇങ്ങനെ അത്രയും കൊട്ടിയായി. ഒരു ചാനലല്ല, എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ്. ഇതിൽ എത്ര മാത്രം സത്യം ഉണ്ട്. ഇപ്പൊ ഞാൻ സംഭവം എന്ന് പറഞ്ഞാല് ചിരിച്ചു എന്നുള്ള സത്യമാണ്. അത് എന്തുകൊണ്ട് ചിരിച്ചു, എന്താണ് അവിടെ സംഭവിച്ചത്? അവിടെ അത്രയും നേരം എന്നെ ഗേറ്റിന് ഉള്ളിൽ കയറ്റാണ്ട് അവിടെ ഗേറ്റിന് പുറത്ത് നിർത്തി. അത് ആരുടെ മിസ്റ്റേക്കാ? പ്രിസൺ ഓഫീസേഴ്സിന്റെ മിസ്റ്റേക്ക്. അവരെന്തുകൊണ്ട് എന്നെ ഗേറ്റിൽ അത്ര നേരം പുറത്ത് നിർത്തി? വേഗം ഗേറ്റ് വിടണ്ടേ? അതിന് ആക്ഷൻ എടുക്കേണ്ടത് പ്രിസൺ ഓഫീസർ, ആ ജയിലിന്റെ പ്രിസൺ ഗേറ്റ് വാർഡന്മാർ അല്ലെങ്കിൽ ആ ഗാർഡായിട്ട് നിൽക്കുന്ന ജയിൽ പ്രിസൺ ഓഫീസേഴ്സിന്റെ അടുത്താണ് ആക്ഷൻ എടുക്കുന്നത്. എന്തുകൊണ്ട് ഇത്ര നേരം പുറത്ത് നിർത്തി? അതുകൊണ്ടല്ലേ മാധ്യമങ്ങളൊക്കെ വന്നിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കേണ്ട ഒരു അവസ്ഥ, സിറ്റുവേഷൻ തന്നെ ഉണ്ടായത്. അല്ല മണവാള, ഇത് 5 സ്റ്റാർ ഹോട്ടലിലോട്ടൊന്നും അല്ലല്ലോ കയറി പോകുന്നത്. വാതൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് അങ്ങ് തുറന്ന് കയറ്റി വിടാൻ അവർക്ക് വല്ല പ്രൊസീജിയേഴ്സ് കാണുമായിരിക്കും. ഒരു പ്രതിയെ ജയിലിനകത്തോട്ട് കൊണ്ടുപോകണ്ടേ, എന്തെങ്കിലുമൊക്കെ പ്രൊസീജിയേഴ്സ് കാണുമല്ലേ, അതുകൊണ്ടാവും അത്ര താമസിച്ചത്. അല്ലാതെ ഈ ഹോട്ടലിൽ കയറി ചെല്ലുന്ന പോലെ നമ്മളങ്ങോട്ട് ചെന്ന് ബാ എനിക്ക് അകത്ത് കയറണമെന്ന് പറയുമ്പോഴത്തേക്ക് തുറന്ന് അകത്ത് കയറ്റി വിടാം. ഇത് ഹോട്ടലൊന്നും അല്ലല്ലോ. അപ്പം എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് കാണും, അതുകൊണ്ടാവും അവരത്ര താമസിച്ചത്. അല്ലാതെ അവർക്കെന്ത് കാര്യമാണ് പിന്നെ ഇങ്ങനെ പുറത്ത് നിർത്തിയിട്ട് ഇങ്ങനെ എല്ലാവർക്കും വീഡിയോ എടുക്കാൻ കാണിച്ചു കൊടുക്കാൻ നിർത്തിയിട്ട് അവർക്കെന്ത് കിട്ടാനാ? ചിലപ്പം മേ ബി വല്ല പ്രൊസീജിയേഴ്സ് ഉള്ളത് കൊണ്ട് നിർത്തിയതാവാം. മനസ്സിലാക്കും. ഇങ്ങനെ അതിൻ്റെ പേരിൽ രോക്ഷാകുലനാവല്ലേ ആണെങ്കിൽ മാധ്യമങ്ങൾക്കെതിരെ രോക്ഷാകുലനായിരിക്കും ഞാൻ ഫുൾ സപ്പോർട്ട്. അവർ തോന്നിയ പോലെയൊക്കെയാണ് പടത്തിവിടുന്നത്. എന്തുണ്ടെങ്കിലും പഴയ ആരൊരാളുണ്ടല്ലോ മണവാളൻ, യൂട്യൂബർ മണവാളൻ. അപ്പൊ അതില് 1-ാം പ്രതി അല്ല വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്, എന്റെ ഉപ്പയാണ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അതുവരെ വളരെ ഫേക്ക് ആയിട്ട് മാനിപ്പുലേഷൻ ആണ് അവിടെ നടന്നിട്ടുള്ളത്. 1-ാം പ്രതി വീഡിയോ എടുത്തിരുന്ന പറഞ്ഞാൽ ഒന്നുകൂടി റീച്ച് കിട്ടല്ലേ. എന്റെ ഉപ്പാണ് പിന്നെ 1-ാം പ്രതി ആക്കിയ പക്കാ ഫേക്ക് ന്യൂസ്. എങ്ങനെ ഇത് ഇപ്പൊ ഞാൻ ഇത്രയും കാലം വാർത്ത കണ്ടപ്പോ ഞാൻ വിശ്വസിച്ചിരുന്നു. ഇങ്ങനെ ഇപ്പൊ ഒരു വാർത്തയും കണ്ടാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം നമുക്ക് ഉണ്ടായ അനുഭവം ഇങ്ങനെയാണ്. പിന്നെ ഇപ്പൊ ഇതൊക്കെ ഇവരെങ്ങനെ പറയണത് വിശ്വസിക്കാൻ പറ്റുക? ഇപ്പൊ മാധ്യമ ധർമ്മം, മാധ്യമ സത്യം, ജനങ്ങളുടെ കൂടെ, അങ്ങനെ കുറെ ഉണ്ടല്ലോ ഇവരുടെ പോളിസി കാര്യങ്ങളിലൊക്കെ. ഇപ്പൊ ഇതിന് നേരെ അഗെയിൻസ്റ്റ് ആയിട്ടല്ലേ ഇവര് പ്രവർത്തിച്ചുകൊണ്ടിരിക്കണത്. ഉള്ള കാര്യമാണ്. എനിക്കിത് ഒരുപാട് കാലമായിട്ട് തോന്നുന്നതാണ്. ഇവന്മാര് എന്തൊക്കെ പടച്ചു വിടുന്നത്. ഒരു കാര്യങ്ങളെ എങ്ങനെയൊക്കെ വളച്ചൊടിക്കാമോ അങ്ങനെ എല്ലാം വളച്ചൊടിച്ച് ഉമ്മാരുടെ ലാഭത്തിന് വേണ്ടി എന്ത് തോന്നിയ കാണിക്കും. എന്ത് ചീപ്പ് പരിപാടിയും കാണിക്കാൻ ഈ മാപ്പറകൾ റെഡിയാണ്. അത് ഇപ്പം സ്വന്തം അനുഭവത്തിൽ വരുമ്പോഴേ കൂടുതലും ആളുകൾ പഠിക്കും. ആളുകൾ പറയുമ്പോൾ പിന്നെ അവർക്കങ്ങനെ കാണിച്ചിട്ട് എന്ത് കിട്ടാനാണെന്നൊക്കെ പറയും. പക്ഷേ സ്വന്തം അനുഭവത്തിൽ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് പഠിക്കും. നിങ്ങളൊക്കെ പഠിക്കും. അങ്ങനെ പറയുന്നവർ പഠിക്കും. ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട്, സഞ്ജു ടെക്കിയുടെ വിഷയത്തിൽ ഞാൻ എൻ്റെ സെക്കൻഡ് വേറെ ചാനലുണ്ട്, അതിനകത്ത് ഒരു റിയാക്ഷൻ വീഡിയോ ഇട്ടിരുന്നു. അത് കുറേ ഈ ന്യൂസുകാർ പറയുന്ന കുറേ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ മാനിപ്പുലേറ്റഡ് ആയിട്ടാണ് ഇവർ ന്യൂസിൽ വിട്ടുകൊണ്ടിരുന്നത്. അന്ന് തൊട്ടേ എനിക്ക് നിങ്ങളെ കണ്ണെടുത്ത കണ്ടുകൂടാ. സ്വന്തം ലാഭത്തിന് വേണ്ടി എന്ത് ചെറ്റത്തരവുമാര് കാണിക്കും. അങ്ങനെയാണ്. എങ്ങനെയൊക്കെ ന്യൂസുകൾ, ആളുകളെ പറ്റിയുള്ള ന്യൂസുകൾ നെഗറ്റീവ് ആക്കാൻ പറ്റും, അങ്ങനെ എല്ലാ ഇവന്മാര് വളച്ചൊടിക്കും ആ വിഷയങ്ങളൊക്കെ. സത്യം പറയാലോ, മാധ്യമങ്ങളോടും വാർത്തകളോടുള്ള വിശ്വാസം പോയി. കാരണം എന്ന് വെച്ചാല് അവരൊരു ഇതിന് സത്യാവസ്ഥ എന്താന്ന് ഒരു അന്വേഷിക്കുന്ന പോലും ഇല്ലാണ്ടാണ് വാർത്തകൾ പ്രചരിപ്പിക്കുന്നത്. അവരെ റേറ്റിങ്ങും അവരെ ഹൈപ്പും മാത്രമാണ് ഇവർ ചിന്തിക്കുന്നുള്ളൂ. അവരെ സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ അന്വേഷിക്കുക ഒരു വിങ് ഈ മാധ്യമങ്ങൾ. സത്യാവസ്ഥ അവർ അത്രയും ഒരു റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത്ര ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുകയാണ്. അപ്പൊ അതിന്റെ സത്യാവസ്ഥ എന്താണ് അന്വേഷിക്കുക ഒരു വിങ് അവർക്ക് വേണമെന്നാണ് ഞാൻ പറഞ്ഞ ഒരു സജഷൻ കൊടുക്കുക. കാരണം ഇതുപോലെ വേറെ പലർക്കും ഇപ്പൊ എനിക്ക് സംഭവിച്ചത് എനിക്കിങ്ങനെ പറയാനൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. ഇപ്പൊ ഒരു സാധാരണ ഇതൊന്നും ഇല്ലാത്ത ഒരാളെ കുറിച്ചിട്ട് ഇവര് അപവാദം പറയുമ്പോ ആൾ എന്ത് ചെയ്യും? ഒരു സാധാരണക്കാരൻ ഇങ്ങനെ പറ്റിയാൽ എന്ത് ചെയ്യും? എവിടെ പറയും? ആരോട് പറയും? ഇപ്പൊ എനിക്ക് എന്റെ സത്യാവസ്ഥ എനിക്ക് ഇന്നതാണ് സംഭവിച്ചത് എനിക്ക് പറയാനൊരു സ്ഥലമുണ്ട്, പറയാനൊരു പ്ലാറ്റ്ഫോം ഉണ്ട്, പറഞ്ഞാൽ കേൾക്കാൻ ആൾക്കാരുണ്ട്. ഇതുപോലൊന്നും ഇല്ലാത്തവരുടെ അവസ്ഥ എന്തായിരിക്കും? ഈ പോയിന്റ് ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞായിരുന്നു. കാരണം ഇങ്ങനെ കാര്യങ്ങളെ വളച്ചൊടിച്ച് പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരന് മാനനഷ്ടം സംഭവിച്ചാൽ എന്ത് ചെയ്യും? ഇപ്പോൾ ഇവൻ്റെ കാര്യത്തിലാണെങ്കിൽ, മണവാളൻ്റെ കാര്യത്തിലാണെങ്കിൽ അവന് 1.5 മില്യൺ, ഓൾമോസ്റ്റ് 1.5 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലുണ്ട്, ഇൻസ്റ്റഗ്രാം ഉണ്ട്. ഇവൻ്റെ സത്യാവസ്ഥകൾ ഇവൻ തെളിവുകൾ സഹിതം നിരത്തി കാണിക്കാൻ ഒരു സ്ഥലമുണ്ട്. ഇത്രയോളം ആളുകൾ കാണാനുണ്ട്. എന്നാലും ഇത്ര സകല ന്യൂസ് ചാനലുകൾ കൂടെ കമ്പൈൻ ചെയ്ത് ആളുകളിലേക്ക് കുത്തിവെച്ച ആ ഒരു പേരുദോഷം മാറൂല. എന്നാലും കുറച്ചെങ്കിലും ആളുകളുടെ ഫ്രണ്ടിലേക്ക് ഇവൻ തെളിവുകൾ നിരത്തി ഇവൻ്റെ ഭാഗത്തെ കാര്യങ്ങൾ പറയാൻ പറ്റും. ഏതെങ്കിലും ഒരു ന്യൂസ് ചാനൽ വരുമോ ഇവൻ
ആ പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ തെറ്റായിരുന്നു, ഇവൻ ഇത് ചെയ്തില്ല അത് ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് അത്രയും ആ നെഗറ്റീവ് ന്യൂസ് കൊടുത്ത പോലെ ആളുകളിലേക്ക് പബ്ലിസിറ്റി കൊടുക്കാൻ ഏതെങ്കിലും മപ്ര ചാനലുകൾ വരുമോ? വരാൻ പോകുന്നില്ല. പരമനാറികളാണ് ഇവരൊന്നും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അത് അപ്പം ഞാൻ ചോദിച്ച ചോദ്യമാണ്, ഇതിപ്പോൾ ഇവനാകുമ്പോൾ ഇതുവഴി പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പേര് കേൾക്കും. സാധാരണക്കാരൻ്റെ അവസ്ഥയോ? ഏതെങ്കിലും ഒരു പാവപ്പെട്ട മനുഷ്യന് ഇതുപോലെ ആരെങ്കിലും എന്തെങ്കിലും ഷൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉമ്മര് ഓരോ കൊണച്ച ക്യാപ്ഷനും ഇട്ട് ഇത്ര ലക്ഷക്കണക്കിന് ആളുകൾ എടുത്തോട്ട് ഇറക്കി വിട്ട് അയാളുടെ മാനവും പോയി. അവസാനം അയാൾ അങ്ങനെയല്ല സംഭവിച്ചത്, ഇങ്ങനെയാണ് വിഷയം എന്ന് തെളിഞ്ഞു കഴിഞ്ഞാലും അയാൾക്ക് ചുറ്റുപാടുള്ള കുറച്ച് പേര് അറിയുമായിരിക്കും അങ്ങനെയല്ലാന്ന്. പക്ഷെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങളുടെ മുന്നിൽ ആ ന്യൂസുകാർ പടച്ചു വിട്ട ആ കള്ളക്കഥ ആയിരിക്കും കേൾക്കാൻ പോകുന്നത്. അയാൾ ഒരു സാധാരണക്കാരനാണെങ്കിൽ അയാൾ എന്നും അങ്ങനെ ഒരു കുറ്റം ചെയ്ത അല്ലെങ്കിൽ ഒരു വേണ്ടാത്ത കാര്യം ചെയ്തൊരു വ്യക്തിയായിട്ട് തന്നെ തുടരും. ഒരുത്തനും വരത്തില്ല അത് തിരുത്താനായിട്ട്. ഒരു ന്യൂസ് ചാനലും വരില്ല. എങ്ങനെ ഈ കാലത്ത് ന്യൂസിൽ വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ വിശ്വസിക്കും? ഇങ്ങനെ നമുക്ക് വെറുതെ ഇങ്ങനെ പറയാവുന്നേ ഉള്ളൂ. ആരും ഒരു ആക്ഷൻ എടുക്കാൻ പോകുന്നില്ല. ഇവർക്കെതിരെ മാനനഷ്ടത്തിന് ഞാൻ ഫസ്റ്റ് വീഡിയോ പറഞ്ഞ പോലെ തന്നെ ആരെങ്കിലും ഇവന്മാർക്കൊരു പണി കൊടുക്കണം. ഫേക്ക് ന്യൂസുകൾ വടച്ചു വിടുന്നതിന് ആരെങ്കിലും നല്ല രീതിയിൽ ഇവന്മാർക്കൊരു പണി കിട്ടുന്ന രീതിയിൽ എന്തെങ്കിലും സംഭവിക്കണം എന്നാണ് എനിക്ക് എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹം. എത്രയും വേഗം സംഭവിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ഒന്നാം പ്രതിയല്ല വീഡിയോ എടുത്തത്, എൻ്റെ ഉപ്പയാണ് വീഡിയോ എടുത്തത്. എൻ്റെ റീൽസോ യൂട്യൂബിലോ ഒന്നും ചിത്രീകരിക്കാൻ വേണ്ടിയല്ല ഞാൻ ആ ഉപ്പ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് ഫാമിലിന്റെ ഉമ്മാക്കും എൻ്റെ അനിയത്തിക്കും ഞാൻ ഓക്കെയാണ്, എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ ആദ്യമായിട്ട് ജയിലിൽ കയറുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് അങ്ങനെ ഒരു വിഷമം ഉണ്ടായി. അവർക്ക് എന്തായാലും വിഷമം ഉണ്ടാവും. ഇങ്ങനെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അത്ര നല്ല സ്ഥലത്തേക്കൊന്നല്ലല്ലോ പോണത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഓക്കെ എന്ന് കാണിക്കാൻ ഞാൻ സത്യം പറഞ്ഞ എനിക്ക് വിഷമം ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കയറാൻ എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. എനിക്ക് ഇവരുടെ എന്റെ ഹാപ്പി ആക്കാനെങ്കിലും ഓക്കെ എന്ന് കാണിക്കാൻ വേണ്ടി ചിരിച്ചു നിന്നേ പറ്റൂ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഞാൻ അതിന്റെ ഉള്ളിൽ കയറിയിട്ട് ഇത് കാരണം സംഭവിച്ചത് അങ്ങനെ കുറെ കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. അപ്പൊ അടുത്ത ദിവസങ്ങളിലായിട്ട് അത് ഡീറ്റെയിൽ ആയിട്ട് കുറച്ചുകൂടി എവിഡൻസ് കളക്ട് ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടി കാര്യങ്ങൾ കിട്ടാണ്ട് അത് കളക്ട് ചെയ്തിട്ട് ആ ബോംബൊക്കെ ഞാൻ പൊട്ടിക്കും. അടുത്ത ദിവസങ്ങളിലാണ് അപ്പോൾ അതൊക്കെയാണ് റീൽസ് ഷൂട്ട് ചെയ്തതിൻ്റെ സത്യാവസ്ഥയൊക്കെ. പക്ഷേ ഇവിടെ വേറൊരു പ്രശ്നം ഇപ്പോൾ ഉള്ള എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മണവാളൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ, മണവാളന് ആ സഞ്ജയ് എന്ന് പറയുന്ന വ്യക്തിയെ അറിയില്ല എന്നൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. യാതൊരു ബന്ധവും ഇല്ല. അവർ അടിയുണ്ടാക്കി എന്നിട്ട് ചേസ് ചെയ്ത് മറ്റൊരു പൊക്കൊണ്ടിരുന്നപ്പോൾ ഇവൻ അതുവഴി വന്നു, അവൻ്റെ കാറിൻ്റെ ഫ്രണ്ടിൽ വീണു. അപ്പോൾ ബൈക്കിൽ മറ്റേ സഞ്ജയും ചോരയൊക്കെ ഒലിപ്പിച്ച് ബൈക്കിൽ വേറെ ആൾക്കാർ വന്ന് ഇവന്മാരുടെ അടുത്ത് വന്നു, പ്രശ്നം ഉണ്ടായി എന്നൊക്കെയാണ് മണവാളൻ പറഞ്ഞത്. യാതൊരു ബന്ധമില്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ ട്വിസ്റ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ മണവാളൻ്റെ അച്ഛൻ ഈ മണവാളൻ്റെ മുടി വെട്ടിയ സമയത്ത് ഒരു പ്രസ് മീറ്റ് കൊടുത്തിരുന്നു. അതിൽ പുള്ളിക്കാരൻ പറയുന്നത് വേറെ രീതിയിലാണ് ഗൈസ്. ഈ വിഷയം ഞാൻ കണ്ടത് മാസ്റ്റർ മൈൻഡ് മെനു എന്ന് പറഞ്ഞൊരു ചാനൽ, ഞാനിവിടെ സ്ക്രീൻഷോട്ട് വെച്ചേക്കാം. പുള്ളിക്കാരൻ്റെ ചാനലിലാണ് ഞാൻ ഈ വീഡിയോ കണ്ടത്, വേറെ ഞാൻ ചെയ്ത് കണ്ടില്ല. അത് ഇങ്ങനെയാണ്, മണവാളം പറഞ്ഞ കാര്യങ്ങളും അറിയില്ല എന്ന് പറഞ്ഞത്. പക്ഷെ മണവാളൻ്റെ അച്ഛൻ പറയുന്നത് കംപ്ലീറ്റ്ലി ഡിഫറൻറ്റ്. ഈ പയ്യനെ, സഞ്ജയ് എന്ന് പറയുന്ന പയ്യനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്നപ്പോൾ, ഇവർ കാറിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്നപ്പോഴാണ് അപകടം പറ്റിയത് എന്നാണ് മണവാളൻ്റെ അച്ഛൻ വന്ന് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആ ക്ലിപ്പ് ഒന്ന് കാണാം ഗൈസ്. ഇവൻ ആ സംഭവം നടക്കുമ്പോഴല്ല ഈ പയ്യനെ തല തല്ലി പൊളിച്ച പയ്യനല്ല, അടി കിട്ടിയിട്ടുള്ള പയ്യനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കാറായിട്ട് ചെന്നിട്ടുണ്ടായിരുന്നത്. അതെ, എന്നിട്ട് ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോഴാണ് ഈ മറ്റൊരു മദ്യപിച്ചിട്ട് വീണ്ടും വണ്ടിമേ രക്ഷപ്പെടാൻ നോക്കുകയായിരുന്നു. ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ ഒഴിക്ക് ഇവർ അപ്പോൾ ഇപ്പോൾ ഇങ്ങനൊരു പ്രോബ്ലം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. മണവാളൻ്റെ അച്ഛൻ മണവാളൻ പറഞ്ഞതിന് നേരെ വിരുദ്ധമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് മുമ്പ് കൊടുത്തേക്കുന്നത്. ഇനി മേ ബി പുള്ളിക്ക് പ്രോപ്പറായിട്ട് കാര്യങ്ങൾ അറിയില്ലായിരിക്കാം, അതുകൊണ്ടാവാം അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. രണ്ടുപേരും രണ്ട് സ്റ്റേറ്റ്മെൻറ്റാണ് ആളുകളുടെ ഫ്രണ്ടിലേക്ക് കൊടുത്തേക്കുന്നത്. അച്ഛൻ പറയുന്നത് അവർ കാറിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമായിരുന്നു, ഈ പയ്യനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി വിളിച്ച് വരുത്തി കൊണ്ടുവന്ന് കാറിൽ കൊണ്ടുപോകായിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷെ മണവാളം പറഞ്ഞത് യാതൊരു ബന്ധവുമില്ല, ഇവരെ മുമ്പ് അറിയേയില്ല. ഇവര് കാറിൽ വേറെ ആയിരുന്നു, അവർ ബൈക്കിൽ വന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഇവരുടെ കാറിന്റെ ഫ്രണ്ടിൽ വീണപ്പോൾ മറ്റൊരു ബൈക്കിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കി എന്നൊക്കെയാണ് മണവാളം പറഞ്ഞത്. ഇപ്പൊ ഇതിൽ ഏതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? മേ ബി മണവാളൻ്റെ അച്ഛന് ഇതിന്റെ പൂർണ്ണ രൂപങ്ങളൊന്നും അറിയാതെ ആവും പുള്ളിക്കാരൻ അങ്ങനെ പറഞ്ഞത്. ആ പ്രസ് മീറ്റ് ഭയങ്കര ഒരു അനാവശ്യമായിട്ട് നടത്തിയ പോലെ എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പൊ ഇങ്ങനെ കുറേ കാര്യങ്ങൾ അവരിങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഡിസ്കസ് ചെയ്ത്, മോനോട് ഡിസ്കസ് ചെയ്ത് അല്ലെങ്കിൽ വക്കീലിനോട് ഡിസ്കസ് ചെയ്ത് എന്തൊക്കെ പറയണ്ട എന്ന് പ്രോപ്പറായിട്ട്
മനസ്സിലാക്കിയിട്ട് വേണമായിരുന്നു പ്രസ് മീറ്റിൽ പോയി കാര്യങ്ങൾ പറയാൻ. ഇങ്ങനത്തെ അബദ്ധങ്ങളൊന്നും പോയി പറയാൻ പാടില്ലായിരുന്നു. എൻ്റെ ഡൗട്ട് നിലനിൽക്കുന്നത് എന്തുകൊണ്ട് അച്ഛനും മകനും രണ്ടും രണ്ട് രീതിയിൽ പറയുന്നു. ആൻഡ് മണവാളുടെ സർപ്രൈസ്, മുടിയുടെ സർപ്രൈസ്, ജയിലിൽ പോയി കഴിഞ്ഞുള്ള അനുഭവങ്ങൾ, കാര്യങ്ങൾ, മുടി മുറിച്ച കഥ, വിഗ് ആണോ അല്ലയോ എന്നുള്ള കൺഫർമേഷൻ എല്ലാം ആയിട്ട് മണവാളൻ അടുത്ത വീഡിയോയിൽ വരുന്നാവോ, നമുക്കതും റിയാക്ട് ചെയ്യണം. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.